സുപ്രഭാതം പത്രത്തിലെ LDF പരസ്യത്തിൽ ജീവനക്കാർക്ക് ശാസന. ഇടതുമുന്നണിയുടെ പരസ്യം സമസ്തയുടെയും സുപ്രഭാതത്തിൻ്റെയും നിലപാടുകൾക്ക് നിരക്കാത്തതെന്ന് കണ്ടെത്തൽ. ജീവനക്കാർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും സുപ്രഭാതം ചെയർമാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു പരസ്യം സുപ്രഭാതം പത്രത്തിൽ വരുന്നത്. ഈ പത്രത്തിലാണ് ഈ പരസ്യം നൽകിയത് തെറ്റായിപ്പോയി എന്നുള്ള തരത്തിൽ ജീവനക്കാർക്ക് ശാസന നൽകുന്നത്. അത് പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ചെയർമാൻ തന്നെയാണ്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ശാസന നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഗോകുൽ. വിനോദ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം, അതായത് കഴിഞ്ഞ മാസം 19-ാം തീയതിയായിരുന്നു സുപ്രഭാതം പത്രത്തിൽ ഒരു LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിന് അനുകൂലമാകുന്ന രീതിയിലുള്ള പരസ്യം സുപ്രഭാതം പ്രസിദ്ധീകരിച്ചത്. സരിൻ തരംഗം എന്ന രീതിയിൽ സുപ്രഭാതത്തിന്റെ ആദ്യ പേജിലായിരുന്നു അഡ്വട്ടോറിയൽ രീതിയിലുള്ള ഒരു പരസ്യം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് തന്നെ അത് വലിയ വിവാദമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരസ്യമായിരുന്നു അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നത്. അത് LDFന് അനുകൂലമാകുന്ന രീതിയിൽ സുപ്രഭാതം പ്രവർത്തിച്ചു. വർഗീയതയും വിദ്വേഷവും വരുത്തുന്ന രീതിയിൽ ഈ പരസ്യങ്ങൾ കാരണമാകുമെന്ന രീതിയിലുള്ള വിലയിരുത്തൽ സുപ്രഭാതത്തിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് സുപ്രഭാതം MD ആയിരുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇത്തരത്തിലുള്ള പ്രവർത്തകർക്കെതിരെ പരിശോധന നടത്തുകയെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞിരുന്നു. തുടർന്നാണ് ഇന്ന് സുപ്രഭാതം ചെയർമാനും സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ രീതിയിൽ പത്രത്തിന്റെ ജീവനക്കാർക്ക് ഇത്തരത്തിൽ തെറ്റുപറ്റി എന്ന രീതിയിലുള്ള ഒരു സ്വയം വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യവും പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മാസം 11-ാം തീയതി സമസ്തയുടെ മുഷാവറ യോഗം ചേരുന്നുണ്ട്. സമസ്ത മുഷാവറ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, സുപ്രഭാതം പത്രത്തിൽ ഇത്തരത്തിൽ പരസ്യം LDFിൻ്റെ പരസ്യം വന്നതിനെ സംബന്ധിച്ചാണ് പത്രത്തിൻ്റെ ചെയർമാൻ തന്നെ ശാസന ജീവനക്കാർക്ക് നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.